ഒരു കിടുക്കാച്ചി മീൻകറിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് രണ്ട് കരിവേപ്പിലാണ് കേട്ടോ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. കരിവേപ്പില കൂടിപ്പോയാൽ ചിലപ്പം ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മസാലകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി, മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അരമുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി ഒന്ന് വെന്ത് എണ്ണ തെളിയുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങേൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നീട് ഇതിലേക്ക് ഞാൻ വാളംപുളീൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെല്ലിക്ക വലുപ്പത്തിലെ പുളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ വെന്ത് കഴിഞ്ഞ മീനിലേക്ക് ഞാൻ ആദ്യം കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചു കേട്ടോ. നല്ല അടിപൊളി മീൻ കറിയാണ്.